ഹലോ എഡ്യൂക്കേഷൻ സൈക്കോളജിയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം 15ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾക്ക് കോൺസെപ്റ്റൊക്കെ അറിയാമെങ്കിൽ കൂടിയും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ ഈ ടീച്ചിങ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വരുമ്പോൾ വളരെ കൺഫ്യൂസിങ് ആണല്ലേ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ A teacher notices that a student performs better when praised for correct answer. This strategy is most aligned with. Question clear ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ പിയാഷെസ് കോഗ്നിറ്റീവ് തിയറി, ബി സ്കിന്നേഴ്സ് ഒപ്പാരൻറ്റ് കണ്ടീഷനിങ്, സി വൈഗോട്സ്കീസ് ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ഡി ബദ്രാസ് മോഡലിംഗ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ആദ്യം പറയും ഈ 15 ക്വസ്റ്റ്യൻസിൻ്റെയും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ആൻസേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാൻ ആൻസർ പറയാം. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്കോർ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് എ സയൻസ് ടീച്ചർ ഡിവൈഡ് സ്റ്റുഡൻസ് ഇൻ ടു പിയർ ഗ്രൂപ്പ് where higher performing student guide others. This is an example for ഓപ്ഷൻ എ സ്കഫോൾഡിംഗ് ബ്രൂണറുടെ സ്കഫോൾഡിംഗ്, ബി ട്രയൽ ആൻഡ് എറർ തൊണ്ടേക്ക്, സി വിക്കാരിയസ് ലേണിംഗ് ബദുര, ഡി റെയിൻഫോഴ്സ്മെൻറ്റ് സ്കിന്നർ. ഇതിലുള്ള ഓപ്ഷൻസ് പലതിനും ഉള്ള ആൻസേഴ്സും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A student is repeatedly exposed to science experiments and gradually being to understand the underlying concept. According to Piaget, this learning is through option A assimilation and accommodation, B reinforcement and punishment, C modeling and imitation, D conditioning and generalization. ഇതിലേതാണ് ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു സിറ്റുവേഷനിൽ മാച്ചിങ് ആയിട്ട് വരുന്നത്? അക്കോർഡിംഗ് ടു പിയാഷെ ദിസ് ലേണിംഗ് ത്രൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ എ ടീച്ചർ ഓർഗനൈസസ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് ക്യൂരിയോസിറ്റി ആൻഡ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. ദിസ് അപ്രോച്ച് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓപ്ഷൻ എ ഫ്രോയിഡ്, ബി ജോൺ ഡ്യൂയി, സി ഗാഗ്നെ, ഡി തൊണ്ടേക്ക്. ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ക്യൂരിയോസിറ്റിയെയും റിയൽ ലൈഫ് എക്സ്പീരിയൻസിനെയും ബേസ് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് ഏത് സൈക്കോളജിസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് വരുന്നത്? ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആഫ്റ്റർ വാച്ചിങ് എ വീഡിയോ ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ് എ സ്റ്റുഡൻറ്റ് റിപ്ലിക്കേറ്റ് ഇറ്റ് കറക്റ്റ്ലി അറ്റ് ഹോം. ദിസ് ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ ഓപ്ഷൻ എ operant conditioning, B observational learning, C classical conditioning, D constructivism. Sixth question a teacher uses praise, reward tokens and points to encourage punctuality in class. This strategy uses option A social learning, B cognitive structuring, C positive reinforcement, D insight learning. Seventh question when teaching complex biology terms, the teacher links the new terms with familiar words or life experience. This demonstrates option A scaffolding, B discovery learning, C meaningful learning Oswald's meaningful learning, D classical conditioning. When teaching complex biology terms, the teacher links the new term with the familiar words or life experience. Next question. In a biology class, the teacher introduced topics from simple to complex over the term. This approach support. ബയോളജി ക്ലാസ് എന്ന് മെൻഷൻ ചെയ്യുന്നത് നോക്കണ്ട, ഏത് സയൻസ് ക്ലാസ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ദ ടീച്ചർ ഇൻട്രൊഡ്യൂസസ് ടോപ്പിക് ഫ്രം സിമ്പിൾ ടു കോംപ്ലെക്സ് ഓവർ ദ ടേം. This approach supports option A zone of proximal development, B spiral curriculum Bruner, C apparent conditioning Skinner, D hierarchy of needs Maslow. Simple to complex. Ninth question a student feels safe and valued in the classroom and being to participate more. Which psychologist explain this behavior?
Option A. Maslow, B. Pavlov, C. Piaget, D. Watson. 10th question. During a group activity, a student who lacks prior understanding benefits from interaction with more knowledgeable peers. This learning is explained by option A. Dewey's experiential learning, B. Vygotsky's social development theory, C. Bruner's discovery learning, D. Skinner's behaviorism. Question വരുന്നത് during a group activity, a student who lack of prior understanding benefits from interaction with more knowledgeable peers. This learning is explained by. 11th question. A teacher gives students an unfamiliar problem and encourages them to solve it through trial and error. This practice aligns with option A. Kohler's theory, B. Thorndike's theory, C. Badura's theory, D. Erickson's theory. 12. A teacher who tailors her instruction to match the learner's cognitive stage of development is applying the theory of option A. Erickson, B. Vygotsky, C. Piaget, D. Gardner. 13th question. A teacher helps students solve a science program with guided hints but gradually reduce help as the students gain independence. This is option A. Operant conditioning, B. Classical conditioning, C. Fading, D. Scaffolding. 14th question. A teacher organizes that a student has strength in visual, spatial, and musical intelligence. This differentiation is inspired by option A. Sternberg triarchic theory, B. Gardner's multiple intelligence, C. Bloom's taxonomy, D. Bruner's mode of learning. 15th question, last question ആണ്. In a science project, a student learn more by doing and reflecting rather than by memorizing. This follows the principle of option A. Insight learning, B. Experiential learning by Dewey, C. Conditioning, D. Apparent learning. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ? അപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സൊക്കെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്താലോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്, സ്കിന്നേഴ്സ് ഒപ്പാരൻറ്റ് കണ്ടീഷനിങ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്കഫോൾഡിങ് ബ്രൂണർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്കഫോൾഡിങ് ബ്രൂണർ. തേർഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ ആണ് വരുന്നത്. എ സ്റ്റുഡൻറ്റ് റിപ്പീറ്റഡ്ലി എക്സ്പോസ് ടു സയൻസ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ഗ്രാജുവലി ബീൻ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അണ്ടർലൈൻ കോൺസെപ്റ്റ്. ഓക്കെ, അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ ആണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജോൺ ഡ്യൂയി ആണ്. അതായത് ക്യൂരിയോസിറ്റി ആൻഡ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് വരുന്നത് ജോൺ ഡ്യൂയി ആണ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒബ്സർവേഷണൽ ലേണിംഗ് ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചാൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടും, കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ കൂടെ. സിക്സ്ത് വരുന്നത് ടീച്ചർ യൂസസ് പ്രൈസ് റിവാർഡ് ടോക്കൺ പോയിൻറ്റ്സ് എൻകറേജ് ദ പങ്ക്ച്വാലിറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അവിടെ വരുന്നത്. ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, മീനിങ് ഫുൾ ലേണിംഗ് ബൈ ഓസ്ബെൽ. ടീച്ചർ ടീച്ചിങ് കോംപ്ലക്സ് ബയോളജി ടേംസ്, അതായത് ന്യൂ ടേംസിനെ ഫെമിലിയർ വേർഡ്സും ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് ലിങ്ക് ചെയ്ത് മെമ്മറൈസ് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി, മീനിങ് ഫുൾ ലേണിംഗ് ആണ് ഇതിൽ വരുന്നത്. ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി, സ്പൈറൽ കരിക്കുലം ബ്രൂണറുടെ ആണ്. അതായത് സിമ്പിൾ ടു കോംപ്ലക്സ് ഓവർ ദ ടേം, ഓരോ ടേമിൽ സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ട് പോകുന്നത് സ്പൈറൽ കരിക്കുലം പ്രപ്പോസ്ഡ് ബൈ ബ്രൂണർ. ദെൻ നെക്സ്റ്റ് വരുന്നത് നയൻത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, മാസ്ലോ ആണ്. അതായത് ഫീലിംഗ് സേഫ് ആൻഡ് വാല്യൂഡ് ഇൻ ദ ക്ലാസ് റൂം ആൻഡ് ബീങ് ടു പാർട്ടിസിപ്പേറ്റ് മോർ. ഓക്കെ, ആ ഒരു ഫീലിങ്ങിന് വരുന്നത് ഓപ്ഷൻ എ, മാസ്ലോൻ്റെ ആണ്. ദെൻ നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, വൈഗോട്സ്കി സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി ആണ് ഇത് വരുന്നത്. അതായത് ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ പ്രീവിയസ് നോളജ് കുറവാണെങ്കിലും ആ ഗ്രൂപ്പായിട്ടുള്ള മോർ നോളജബിൾ പിയേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വഴി ലേൺ ചെയ്യുന്ന പ്രോസസ്സ് വരുന്നത് വൈഗോട്സ്കി സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി.
11th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി തൊണ്ടേക്ക് തിയറി ആണ്. അതായത് അൺഫെമിലിയർ ആയിട്ടുള്ള പ്രോബ്ലം കൊടുത്തിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, തൊണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഇവിടെ വരുന്നത്. ദെൻ 12th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, പിയാഷി ആണ്. അതായത് ടീച്ചർ ഹൂ ടൈലേഴ്സ് ഹിസ് ഇൻസ്ട്രക്ഷൻസ് ടു മാത്സ് ലേണേഴ്സ് കോഗ്നിറ്റീവ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, കോഗ്നിറ്റീവ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് പിയാഷി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ദെൻ 13th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്കഫോൾഡിങ്. അതായത് ആദ്യമൊക്കെ ഗൈഡ് ചെയ്തു, ഗ്രാജുവലി കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കി സ്വയം കണ്ടെത്താൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്കഫോൾഡിങ്, ഡി. 14th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ടീച്ചർ റെക്കഗ്നൈസ് ദാറ്റ് എ സ്റ്റുഡൻറ്റ് ഹാസ് സ്ട്രെങ്ത് ഇൻ വിഷ്വൽ, സ്പേഷ്യൽ ആൻഡ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. ദിസ് ഡിഫറൻസിയേഷൻ ഈസ് ഇൻസ്പയർഡ് ബൈ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ഗാർഡ്നേഴ്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. 15th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ബൈ ഡൂയിങ്. അതായത് സ്റ്റുഡൻറ്റ് ലേൺ മോർ ബൈ ഡൂയിങ് ആൻഡ് റിഫ്ലക്റ്റിംഗ് റാദർ ദാൻ ബൈ മെമ്മറൈസിങ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിലൊക്കെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.